നമസ്കാരം. ഹെൽത്ത് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാനായിട്ട് പോകുന്നത് ഡോക്ടർ ഷിനോയ് കെയറിലെ ഡോക്ടർ പത്മജിയാണ്. വെൽക്കം മാം. മാം, ആദ്യം തന്നെ ചോദിക്കാനായിട്ട് പോകുന്നത് എന്താണ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ എന്താണ് സന്ധിവാതം? സന്ധിവാതം എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഒരു രോഗലക്ഷണമാണത്. ഓക്കെ. സോ അത് പല രോഗത്തിൽ ആ ഒരു ലക്ഷണം വരാം. നമുക്ക് പനി വരുന്ന പോലെ പനി പല രോഗത്തിൻ്റെ ഭാഗമായിട്ട് വരാം. സോ സന്ധിവാതം എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ടേമാണ് ആർത്രൈറ്റിസ്, സന്ധികളിലെ വേദനയും അല്ലെങ്കിൽ നീർക്കെട്ട്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു അസുഖം എന്ന് പറഞ്ഞത് ഒരു രോഗലക്ഷണമാണെന്ന് പറഞ്ഞു. സോ ഈ ഒരു രോഗലക്ഷണത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു യൂഷ്വലി ഇനീഷ്യൽ സ്റ്റേജസിൽ അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ യൂഷ്വലി സന്ധികളിൽ ഒരു ചില ആൾക്കാർക്ക് വേദനയായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇനീഷ്യൽ സ്റ്റേജസിൽ വേദന മാത്രമാണ് ഉണ്ടാവുന്നത്. പിന്നെ ലേറ്റർ സ്റ്റേജസിലാണ് അത് സന്ധികളിൽ നീരായിട്ട് വരും. അപ്പോൾ അത് പല അസുഖത്തിലും പല രീതിയിലാണ് വരിക. ചില ആമവാദം എന്ന് പറയുമ്പോൾ അഥവാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ അത് സിമെട്രിക്കലായിട്ട്, അതായത് ഹാൻഡ്സിൻ്റെ രണ്ട് ഹാൻഡ്സിലും ഒരേപോലെ വരും. അതുപോലെ കാലിലും രണ്ട് ജോയിൻസിൽ, മുട്ടുകളിൽ, കൈമുട്ടുകളിൽ, റിസ്റ്റിൽ, അങ്ങനെ എല്ലാം സിമെട്രിക്കലായിട്ട് വരും, ഒരേപോലെ വരും. ആമവാദത്തിൽ അങ്ങനെ ഉണ്ടാവും. എന്നാൽ വേറെ ചില വാദത്തിൽ അസിമെട്രിക്കലായിട്ട് വരാം, അതായത് ഒരു ജോയിന്റിൽ മാത്രം, ചിലപ്പോൾ ഒരു മുട്ടിൽ മാത്രം. അതങ്ങനെ ഓരോ ലക്ഷണം, ഓരോ രോഗത്തിന് ഓരോ പോലെയാണ് അതിൻ്റെ പ്രസന്റേഷൻ. അപ്പോൾ എങ്ങനെയായിരിക്കാം ഈ ഒരു അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? എന്തൊക്കെ വഴിയായിരിക്കും? ബ്ലഡ് ടെസ്റ്റ് മതിയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? അതായത് പേഷ്യൻസ് ഈ സിംറ്റംസ് ആയിട്ട് വരും. ആദ്യം അതിന് ചില പെർട്ടിക്കുലർ സിംറ്റംസ് ഉണ്ട്. ഈ വാദമുള്ളവർക്ക് യൂഷ്വലി വേദനയും നീരും, അതിനൊപ്പം തന്നെ അവർക്ക് ഈ വേദന ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് രാവിലെ ആയിരിക്കും. സോ അതിനാണ് മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്, ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വളരെ അതിരാവിലെ, സേ ലൈക്ക് ഒരു 2 o'clock 3 o'clock ടൈമിലായിരിക്കും അതിൻ്റെ സിംറ്റംസ് എണീക്കാൻ പറ്റാത്ത. അതെ, രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു മേ ബി ഒരു 1/2 an hour to 1 hour അധികം ചിലപ്പോൾ ഈ സിംറ്റംസ് ഭയങ്കര കൂടുതലായിരിക്കും, പെയിൻഫുൾ ആയിരിക്കും. അതെ, എന്നിട്ട് പിന്നെ ആസ് ദ ഡേ പ്രോഗ്രസസ്, അതായത് ദിവസം ലൈക്ക് ആ ഒരു ടൈം കഴിയും തോറും അവരുടെ വേദന കുറച്ച് കുറയും. സോ ഇനീഷ്യൽ സ്റ്റേജസിൽ അങ്ങനെയായിരിക്കും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് മോർണിംഗിലായിരിക്കും. ഒരു ആഫ്റ്റർനൂൺ ആകുമ്പോഴേക്കും അതിന്റെ വേദന കുറച്ച് കുറയും. എഗെയിൻ നൈറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം ഈ സിംറ്റംസ് കൂടും. തണുപ്പ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ വേദനയുടെ. ചില ആൾക്കാർക്ക് തണുപ്പിന്റെ സമയത്തും ഇത് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രോഗലക്ഷണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏത് രോഗത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അസുഖമാവാം? പലതരം, കുറേ തരം, ഒരു 100-ലധികം വാദമുണ്ട്. സോ അതിൽ എല്ലാത്തിന്റെ ഇനീഷ്യൽ സിംറ്റം ഈ ആർത്രൈറ്റിസ് ആയിരിക്കും, അതായത് സന്ധികളിലെ വേദനയും വീക്കും. പിന്നെ ചിലതരം വാദത്തിൽ ചില സ്കിൻ ലീഷൻസ് ഉണ്ടാവും, ലൈക്ക് സോറിയാറ്റിക് ആർത്രൈറ്റിസ്. അതിൽ സോറിയാസിസ് പോലത്തെ ചില സ്കിൻ ലീഷൻസ് ഉണ്ടാവും. സോ അത് ചിലപ്പോൾ തലയിൽ ഉണ്ടാവാം. അതിന് പെർട്ടിക്കുലർ സൈറ്റ്സ് ഉണ്ട് തലയിൽ, ചിലവർക്ക് കൈയിൻ്റെ ഉള്ളിൽ, കാലിൻ്റെ ഉള്ളിൽ, അങ്ങനെ ഓരോ പെർട്ടിക്കുലർ സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതും പിന്നെ ഒരു ഡെർമറ്റോളജി കൺസൾട്ടേഷൻ്റെ ഒരു കൊളാബറേഷനിലാണ് നമ്മളത് തീരുമാനിക്കുന്നത്. സോറിയാസിസ് ആണ്. സോ സോറിയാസിസ് ഉണ്ട്, അതിൻ്റെ കൂടെ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ഇത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണ്. പിന്നെ വേറെ ചിലതെല്ലാം കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് ഉണ്ട്. കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു സ്പെക്ട്രം ഓഫ് ആർത്രൈറ്റിസ്. അതിലും ആർത്രൈറ്റിസ് ആയിരിക്കും ഇനീഷ്യൽ സിംറ്റം. പക്ഷെ അതിൻ്റെ ഒപ്പം ചിലവർക്ക് പനി ഉണ്ടാവാം. പിന്നെ എന്താ പറയുക, ചിലവർക്ക് വെയിറ്റ് കുറഞ്ഞു വരാം. എഗെയിൻ സ്കിൻ ലീഷൻസ് ഉണ്ടാവാം. സോ അങ്ങനെ ഓരോ സിംറ്റം അനുസരിച്ചാണ് നമ്മൾ ഇന്ന വാദമാണ് അത് വേറെ വാദമാണ് തീരുമാനിക്കുന്നത്. ഓക്കെ. ഈ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം, ഒരു 40 വയസ്സ് ഒരു 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ആൾക്കാർക്കാണ് കോമൺ ആയിട്ട് കാണുന്നതെങ്കിൽ ഇപ്പം ഒരു ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കായാലും ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം? അത് ആക്ച്വലി പണ്ടത്തെ നിന്നല്ല, പണ്ട് ചിലപ്പോൾ അത് അത്രയും പോപ്പുലർ ആയിട്ടില്ല. പിന്നെ ഈ ഒരു ഫീൽഡ് ഇത്രയും അന്നേരം പഠനങ്ങൾ ഇത്രയും ഉണ്ടായിട്ടില്ല. ഇതൊരു 80 കാലഘട്ടത്തിലൊക്കെ എല്ലാം ഒരു വാദമാണ്, ഈ പറഞ്ഞ പോലെ എല്ലാം സന്ധിവാദമാണ്. പക്ഷെ ഇപ്പോൾ ദർ ഹാസ് ബീൻ ലോട്ട് ഓഫ് കുറേ അഡ്വാൻസസ് ഉണ്ടായിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ അത് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഏത് തരം. ഇപ്പോൾ ചെറിയ കുട്ടികൾ, ഈവൻ 2 വയസ്സ് വരെ കുട്ടികളുള്ളവരെ 70-80 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് വരെ വാദം ഉണ്ടാവും. സോ ഡിപ്പെൻഡിങ് ഓൺ ദി ഏജ്, നമ്മളിത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത്, പിന്നെ ഈ പറഞ്ഞ സിംറ്റംസ്, അതിനനുസരിച്ചിട്ടാണ് നമ്മളത് ഇന്ന വാദമാണെന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ 2 വയസ്സിലെ കുട്ടികൾക്കും ഈ 30 വയസ്സ് കഴിഞ്ഞുള്ള ആൾക്കാർക്കും ഒരേ ട്രീറ്റ്മെന്റ് ആണോ നൽകുന്നത് ഈ ഒരു അസുഖത്തിന്? അല്ല, അത് എഗെയിൻ ഡിപ്പെൻസ്. മെയിനായിട്ട് കുറേ വാദത്തിന്റെ ചിലതരം മരുന്നുകളുണ്ട്. അത് ചിലത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഉണ്ടാവും. പക്ഷെ അത് അസുഖത്തിന്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്, ഏത് തരം വാദമാണെന്ന്. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ആർത്രൈറ്റിസ് എന്നുള്ള രോഗത്തിന് കൊടുക്കാനുള്ളത്? എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? അതെ, അപ്പോൾ എഗെയിൻ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് പലർക്കും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ട്രീറ്റ്മെന്റ് അലോപ്പതിയിൽ ഇല്ല
എന്നുള്ളതാണ്. ഓക്കെ. സോ അതൊരു റോങ് ആയിട്ടുള്ള ഒരു പൊതുവെ എല്ലാവരും കിഴി അങ്ങനത്തെ അതെ കിഴിയൊക്കെ വർക്ക് ചെയ്യായിരിക്കും. അപ്പം പലർക്കും ഒരു ഇതാണ് ലൈക്ക് അലോപ്പതിയിൽ അതിൽ മരുന്നില്ല, അല്ലെങ്കിൽ അലോപ്പതിയിൽ അതിൽ ജസ്റ്റ് വേദന സംഹാരികളോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. സോ അത് സത്യമല്ല. നമ്മൾ കൊടുക്കും, സ്റ്റിറോയിഡ് കൊടുക്കും കുറച്ച് ചെറിയൊരു കാലയളവിന്, അതായത് ആ സിംറ്റം പെട്ടെന്നൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിന് മെയിൻ ആയിട്ടുള്ളത് ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചില മരുന്നുകളുണ്ട്. ഡിസീസ് മോഡിഫയിങ് ആന്റി റുമറ്റോയിഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മരുന്നുകളിൽ മാത്രം മാറാവുന്ന ഒരു അസുഖം തന്നെയാണ്. വളരെ നമ്മൾ ഈ സിംറ്റംസ് ലൈക്ക് ഒരു 1 ഇയറിനുള്ളിൽ തന്നെ പേഷ്യൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എത്രയും വേഗം കൺട്രോൾ ചെയ്ത് മേ ബി ഒരു 1-2 ഇയേഴ്സിനുള്ളിൽ നമുക്ക് സിംറ്റംസ് വളരെ ഇതിൽ കൺട്രോൾ ചെയ്ത് മിനിമത്തിൽ കൊണ്ടുവരാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ്. അത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ കുറേ മാർക്കേഴ്സ് ഉണ്ട്, വേറെ പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. എങ്ങനെയൊക്കെയാണ് ഈ ഒരു അസുഖം, നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ മാത്രമാണ് ഉള്ളത് ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ഈ ഒരു അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ബേസിക്കലി പേഷ്യൻ്റെ രോഗലക്ഷണം വെച്ചിട്ട് ആൻഡ് ഓൾസോ ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ വെറും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചിലവർ പറയും ഇന്ന് റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് ആണ്, അപ്പോൾ പേഷ്യൻ്റ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ എന്ന് ചോദിക്കും. പക്ഷെ അത് എപ്പോഴും ആവണമെന്നില്ല. ബിക്കോസ് നമ്മൾ ആ പേഷ്യൻ്റെ രോഗത്തിൻ്റെ ലക്ഷണം അഗെയിൻ പേഷ്യൻറ്റിനെ നമ്മൾ എക്സാമിൻ ചെയ്യും, ഈ എല്ലാ സന്ധികളിലും ഉണ്ടോ ആ ലക്ഷണം, അതിൻ്റെ ഒപ്പം ആ ബ്ലഡ് ടെസ്റ്റ് ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. സോ ഇപ്പോൾ ലൈക്ക് ആമവാദമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ സിംറ്റംസ് സന്ധികളിൽ വേദനയും നീർക്കെട്ടുണ്ടാവും, അത് സിമെട്രിക്കലായിരിക്കും, ഒരേപോലെ ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ചില റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അതിൽ ESR എന്ന് പറഞ്ഞൊരു മാർക്കറുണ്ട്, ESR CRP, ഇതൊക്കെയാണ് ആ ആക്ടിവിറ്റി, ഡിസീസ് ആക്ടിവിറ്റീനെ അളക്കുന്ന ഒരു ഇത്. അപ്പോൾ അത് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ അർത്ഥം ഡിസീസ് ഭയങ്കര കൂടുതലാണെന്നുള്ളതാണ്. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റുമറ്റോയിഡ് ഫാക്ടർ അല്ലെങ്കിൽ ACCP എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ടെസ്റ്റ് അത് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇന്ന ടെസ്റ്റ് ഇത് പേഷ്യൻറ്റിന് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെന്നുള്ളത്. മുട്ടുകളിലും കൈകളിലും ഒക്കെ വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ നടക്കാനൊക്കെ പൊതുവെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പൊതുവെ എന്ത് അസുഖം വന്നാലും പറയൽ നമ്മൾ കുറച്ച് വർക്കൗട്ട് ചെയ്യണം, കുറച്ച് നടക്കണം, വ്യായാമം വേണമൊക്കെ എന്നാണ് പറയൽ. സോ ഈ ഒരു അസുഖത്തിന് എങ്ങനെയാണ്? ഈ ഒരു അസുഖത്തിനും ഇതുപോലെ നമ്മൾ ആ വളരെ പെയിൻ ഉള്ള സമയത്ത് നാച്ചുറലി നമുക്ക് വർക്കൗട്ടിങ് ഇതൊന്നും പറ്റില്ല. സിംറ്റംസ് കൺട്രോൾ ചെയ്ത് പേഷ്യൻ്റെ ഇത് വേദനയും ഇതൊന്നും ബുദ്ധിമുട്ട് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ യൂഷ്വലി ഫിസിയോതെറാപ്പി, അതായത് എക്സസൈസ് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ മുട്ടിലാണെങ്കിൽ ഈ പേഷ്യൻസിൽ സന്ധികളിൽ വേദന വന്ന് സെക്കൻഡറി തേയ്മാനം പോലെ വരാം, സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ തേയ്മാനം വരുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള മസിൽസിനൊക്കെ കുറച്ച് വീക്ക്നെസ് പോലെ ഉണ്ടാവും. സോ ആ വീക്ക്നെസ് പ്രോഗ്രസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എക്സസൈസ് പറഞ്ഞു കൊടുക്കും. സ്ട്രെങ്തനിങ്, ആദ്യം സ്ട്രെച്ചിങ് എക്സസൈസ്, പിന്നെ കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇത് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു അസുഖമാണോ സത്യത്തിൽ? എല്ലാവർക്കും പാരമ്പര്യമായിട്ട് വരണമെന്നില്ല, പക്ഷേ ഉണ്ട്, പാരമ്പര്യമായിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഈ ആമവാദം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആമവാദത്തിൽ ഈ RF-ACCP, അപ്പോൾ 1% ആൾക്കാർക്ക് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നെക്സ്റ്റ് ഓഫ് സ്പ്രിങ്സിൽ, അതായത് നെക്സ്റ്റ് ജനറേഷൻ ആൾക്കാർക്ക് ഈ ഒരു ജനറ്റിക് ഇത് ടെൻഡൻസി ഉണ്ടാവും. ഇത് മാത്രമല്ല ചില HLA മാർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചില ജനറ്റിക് ഇതുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, ഈ ജനറ്റിക് ഇതിൻ്റെ കൂടെ തന്നെ കുറേ എൻവയൺമെൻറ്റൽ ഇത്, അതായത് നമ്മളിപ്പോൾ ഈ ആമവാദത്തിൽ തന്നെ പറഞ്ഞാൽ സ്മോക്കിംഗ് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് അസോസിയേഷൻ കണ്ടിട്ടുണ്ട് ആമവാദത്തിൽ. അത് പഠനത്തിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക്, അപ്പോൾ ഒരു ജനറ്റിക് ടെൻഡൻസി ഉള്ള ഒരാൾക്ക് സ്മോക്കിംഗ് കൂടി ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ കൂടെ ഇത് ഒന്നിച്ച് വരുന്നത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ റുമറ്റോയിഡ് ഫാക്ടർ ACCP പോസിറ്റീവ് ആണെങ്കിൽ എല്ലാവർക്കും വാദം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ സിംറ്റം വേറെ ഇതിൻ്റെ ഒപ്പം ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് ഇങ്ങനത്തെ ഈ സ്മോക്കിംഗ്, പിന്നെ ചില ആൾക്കാർ ചില ഭക്ഷണത്തിൽ, പക്ഷേ അങ്ങനെ ഭക്ഷണം എന്നൊന്നും ഇതുവരെ പഠനത്തിൽ കണ്ടെത്തിയിട്ടില്ല. പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഒബേസിറ്റി ഒരു അസുഖത്തിന് കാരണമാവുന്നുണ്ടോ? ഒബേസിറ്റി ഒരു രീതിയിൽ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഈ തേയ്മാനം വന്നിട്ടുള്ള ആർത്രൈറ്റിസ് ഉണ്ട്. സോ ഒബേസിറ്റി അതിൽ കണ്ടിട്ടുണ്ട്. ഭയങ്കര പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക് മുട്ടിൽ തേയ്മാനം ഇതൊക്കെ വേഗം വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100-ലധികം ആർത്രൈറ്റിസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ആർത്രൈറ്റിസ് എന്തൊക്കെയാണ്? മോസ്റ്റ് കോമൺ ഈ പറഞ്ഞ പോലെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് കാണുന്നത്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, പിന്നെ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഈ പ്രായമായിട്ട് വരുന്ന ആൾക്കാർക്ക്. പിന്നെ വരുന്നതാണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മളെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയിട്ടുള്ള ഒരുതരം ആർത്രൈറ്റിസ്. യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എല്ലാവർക്കും ഈ ഒരു അസുഖം വരാനുള്ള ചാൻസസ് കൂടുതലാണോ? അല്ല, അതുമല്ല. എല്ലാവർക്കും യൂറിക് ആസിഡ് കൂടുമ്പോൾ എല്ലാവർക്കും ഗൗട്ടി ആർത്രൈറ്റിസ് വരണമെന്നില്ല. യൂറിക് ആസിഡ് യൂഷ്വലി ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഡയബറ്റീസ് ഇതുള്ളവർക്ക് യൂറിക് ആസിഡും കൂടുതലാനുള്ള ഒരു പ്രവണത കൂടുതലാണ്. മെറ്റബോളിക് സിൻഡ്രോത്തിൻ്റെ പാർട്ടായിട്ട് യൂറിക് ആസിഡ് കൂടുക. പക്ഷെ എന്നാൽ എല്ലാ യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് വരണമെന്നില്ല. അപ്പോൾ ഗൗട്ടി ആർത്രൈറ്റിസ് എഗെയിൻ വരുന്നത് ഒരു പർട്ടിക്കുലർ വേയിലാണ് അത് വരും. പെട്ടെന്ന് ഒരു ജോയിൻറ്റിൽ വേദന വരും, നീര് വരും, ഭയങ്കര റെഡ്നെസ് വരും.
അൺലൈക്ക് മറ്റേ ആമവാദം വരുന്ന പോലെ ഇത് ഒരു ഭയങ്കര ഒരു അക്യൂട്ട് അറ്റാക്ക് ആയിരിക്കും, പെട്ടെന്നായിട്ടായിരിക്കും വേദന വരിക. ആൻഡ് മേ ബി അതൊരു 2-3 ദിവസം നിൽക്കും, എന്നിട്ട് പിന്നെ തന്നാലെ കുറയും. എഗെയിൻ ഒരു കുറേ ചിലപ്പോൾ ഒരു കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു ജോയിൻറ്റ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് വരും. സോ യൂഷ്വലി അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ അങ്ങനെയാണ്, ആ രീതിയിലാണ് വരിക. പിന്നെ അത് കുറേ കഴിയുമ്പം ചിലപ്പോൾ കുറേ ജോയിൻസിൽ ഒന്നിച്ച് വരാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ 100-ലധികം തരം ആർത്രൈറ്റിസിൻ്റെ എല്ലാം ഒരേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും? അതന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ലൈക്ക് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസും ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റൊമാറ്റോയിഡ് ഡ്രഗ്സ് ആണ് വേണ്ടത്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഗൗട്ട് എന്ന് പറയുമ്പോൾ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നു വരും. അപ്പോൾ അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി കുറച്ച് ഡ്രഗ്സ് എടുത്തതിന് ശേഷം, അതായത് യൂറിക് ആസിഡിൻ്റെ അളവ് കുറച്ചതിന് ശേഷം നമ്മൾ അത് യൂറിക് ആസിഡ് പിന്നെയും ബ്ലഡ് ലെവലിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ കുറച്ച് മരുന്നുകളുണ്ട്. സാംതിൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചില മരുന്നുകളുണ്ട്, അലോപ്യൂറിനോൾ അല്ലെങ്കിൽ ഫെബുക്സോസ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചില മരുന്നുകൾ. അത് ആൻറ്റി റുമറ്റോയിഡ് ഡ്രഗ്സിൽ പെടുന്നതല്ല, അത് വേറൊരു ട്രീറ്റ്മെൻ്റ് ആണ്. സോ അത് ഓരോ അസുഖത്തിനും ഓരോ ട്രീറ്റ്മെൻറ്റ് ലൈൻ വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വേദന എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ആൾക്കാർ ഒരു അസുഖം അത് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പേ കുറേ വേദന സംഹാരികൾ കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബാം അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ വേദന കുറക്കുക ചെയ്യുന്നത്. അത് പിന്നീട് അത് അവരുടെ ശരീരത്തിനെ ബാധിക്കോ ഈ അസുഖത്തിനെ ബാധിക്കോ അങ്ങനെ എന്തെങ്കിലും? അതെ, അതുകൊണ്ട് ബിക്കോസ് നമ്മളെ വേദന ആക്ച്വലി ഒരു നല്ല സിംറ്റം, ഇതൊരു റെഡ് സിഗ്നലാണ്. അതായത് വേദന വരുന്നു, അപ്പോൾ നമ്മളത് ഡോക്ടറെ കാണിക്കണം എന്നുള്ളൊരു ഇതാണ്. പക്ഷെ പലരും എന്താ പറയുക, അവർ സമയമില്ലായ്മ അല്ലെങ്കിൽ അവരത് നിഗ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവരത് പോയിട്ട് വേദന സംഹാരികളും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റിറോയിഡ്സോ എന്തെങ്കിലും ചെറിയ രീതിയിൽ എടുക്കും. അപ്പോൾ തൽക്കാലം വേദന കുറയും, പക്ഷെ പിന്നെയും ആ രോഗാവസ്ഥ സ്റ്റിൽ ദേഹത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു പ്രോസസ്സ് നമ്മളത് കൺട്രോൾ ചെയ്യുന്നില്ല. സോ അത് കറക്റ്റായിട്ടൊരു റുമറ്റോളജി ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ ഏത് ഇതിലാണ് പെടുന്നതെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വേദനയുടെ ഗുളിക ഒരു പരിധി വരെ നമ്മൾ ഓവർ ദ കൗണ്ടർ എടുക്കുന്നത്, അത് ഡോക്ടർ പറയുന്നതിനെക്കാട്ടിയുള്ളൊരു കൗണ്ടറിൽ എടുത്തു കഴിയുമ്പോൾ അത് കിഡ്നി ഇങ്ങനത്തെ ഇതിനെ ബാധിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ ഈ ഒരു അസുഖത്തിനെ നെഗ്ലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും അസുഖങ്ങൾക്ക് കാരണമാകും. കാരണം ഇപ്പോൾ ഒരു കിഡ്നിക്ക് ഒരു അസുഖം വന്നാൽ അതിന് ഒരുപാട് മരുന്ന് കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലിവറിനും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു അസുഖം ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വേറൊരു അസുഖത്തിന് കാരണമാകും. വേറൊരു അസുഖത്തിന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ലൈക്ക് ഞാൻ പറഞ്ഞു ആമവാദത്തിന് നമ്മൾ ജോയിൻസിലാണ് ആദ്യം സിംറ്റംസ് വരുന്നത്. ഇപ്പോൾ പലരും കിഴി അങ്ങനത്തെ ചെറിയ നാട്ടു ചികിത്സ അല്ലെങ്കിൽ ജസ്റ്റ് തടവുക അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ഡിസീസ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം സിംറ്റം മാത്രമാണ് അവിടെ കുറയുന്നത്. അപ്പോൾ ഡിസീസ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അത് ജോയിൻസിന് മാത്രമല്ല, പിന്നെ അത് ബാക്കി അവയവങ്ങളെ ബാധിച്ചു തുടങ്ങും. ലൈക്ക് അത് ലങ്സിനെ ബാധിക്കാൻ തുടങ്ങും, പിന്നെ അത് ഞരമ്പുകളെ നെർവ്സിനെ ബാധിക്കാൻ തുടങ്ങും. അതേപോലെ ഓരോ ഓർഗൻസിനെ അത് ഇപ്പോൾ ഓരോ അസുഖത്തിൽ ഇന്ന ഓർഗന് പ്രിഡോമിനൻ്റ് ആയിട്ട് ഇപ്പോൾ ആമവാദത്തിലാണെങ്കിൽ നെർവ്സ് അതുപോലെ ലങ്സ് ഈ രണ്ട് കൂടുതൽ ബാധിക്കാനുള്ള ചാൻസ്. വേറെ ശ്വാസം മുട്ടൽ പോലെയുള്ള അസുഖങ്ങളായിരിക്കും പിന്നീട് വരുന്നത്. പേഷ്യൻ്റ് പറയും ശ്വാസം മുട്ടുന്നു, കുത്തി ചുമയുണ്ടാവുന്നു. അപ്പോൾ ചില പേഷ്യൻസ് ആമവാദമായിട്ട് വരുമ്പോൾ മേ ബി അവർ മെയിൻ കംപ്ലയിൻറ്റ് വേദനയായിരിക്കും. പക്ഷെ നമ്മൾ ക്ലിനിക്കൽ ഹിസ്റ്ററിയിൽ നമ്മളെടുത്ത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ശ്വാസം മുട്ടലും ശ്രദ്ധിക്കാതെ പോകുന്നൊരിത് അത് വലിയ കുഴപ്പമില്ല, എനിക്കത് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നത്. അത് അവർക്കൊരു വലിയ പ്രോബ്ലം ആയിട്ട് പറയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളത് എക്സാമിൻ ചെയ്ത് നോക്കും അല്ലെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കും, കൂടുതൽ ടെസ്റ്റ് ചെയ്ത് നോക്കും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ അത് ലങ്സിലും അത് ഇൻവോൾവ് ആയിരിക്കും. ലങ്സിൽ ഇൻവോൾവ് ആകുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈവൺ മോർ ഡേഞ്ചറസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായ മരുന്നുകൾ വേറെ ചിലത് തുടങ്ങേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നതും ആരോഗ്യത്തിന് മോശമല്ലേ സത്യത്തിൽ? അങ്ങനെ അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പല പേഷ്യൻസും വന്ന് ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന ബിരിയാണി നമ്മൾ എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. സോ അതേപോലെ തന്നെ ഏതൊരു മരുന്നും നമ്മൾ മോണിറ്റേർഡ് അല്ലാണ്ട്, ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന അളവിലല്ലാണ്ട് കഴിക്കുമ്പോൾ അത് ഡേഞ്ചറസ് തന്നെയാണ്. അത് മരുന്നെന്ന് മാത്രമല്ല, ഈവൻ ഭക്ഷണമാണെങ്കിലും എന്തൊരു സാധനമാണെങ്കിലും നമ്മളൊരു മോണിറ്ററിങ് ഇല്ലാണ്ട് കഴിക്കുമ്പോൾ അത് ഡേഞ്ചറസ് തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ പറയുന്ന ഒരാളോ നമ്മളിപ്പോൾ ചില ആൻറ്റി റുമറ്റോയിഡ് ഡ്രഗ്സ് തുടങ്ങുന്നത് ചിലപ്പോൾ ലോ ഡോസിലാണ് തുടങ്ങുക, എന്നിട്ട് പേഷ്യൻ്റ് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ആ പേഷ്യൻ്റെ ബ്ലഡ് കൗണ്ട്, ലിവർ എൻസൈംസ്, കിഡ്നി ഇതെല്ലാം മോണിറ്റർ ചെയ്തിട്ടായിരിക്കും നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക. സോ ഓരോ വിസിറ്റിന് വരുമ്പോഴും നമ്മളിത് മോണിറ്റർ ചെയ്യും, ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പേഷ്യൻറ്റും ഒരേപോലെ റിയാക്ട് ചെയ്തുകൊള്ളുന്നില്ല.
ചില പേഷ്യൻസിന് പാരസിറ്റമോൾ പറ്റാത്തവരുണ്ടാവും. അതേപോലെ ഒരു മിനിമം ഡ്രഗിനോട് വരെ അലർജി ഉണ്ട്. അപ്പോൾ അലർജിക് റിയാക്ഷൻസ് എന്തെങ്കിലും വരുന്നുണ്ട്, ഇതെല്ലാം മോണിറ്റർ ചെയ്തിട്ടായിരിക്കും നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്. പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മിനിമം ഒരു എത്ര നാൾ വേണ്ടി വരും ഈ ഒരു അസുഖം കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനായിട്ട്? ഒരു മിനിമം എത്ര നാൾ വേണ്ടി വരും? അതാണ് ഞാൻ പറഞ്ഞത്. എത്ര നാളത്തെ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ, എത്ര നാളത്തെ മരുന്നുകൾ കഴിക്കേണ്ടി വരും? സോ ഇറ്റ് ഡിപ്പെൻസ്. നമ്മൾ ആ അസുഖം ഇപ്പോൾ ലൈക്ക് സിംറ്റംസ് തുടങ്ങിയിട്ട് ഒരു 6 to 8 months പേഷ്യൻറ്റ് വന്നു എന്ന് വെച്ചോ, അങ്ങനത്തെ പേഷ്യൻസിന് എഗെയിൻ നമ്മൾ ഈ മാർക്കേഴ്സ് നോക്കും. BSR ഇത് ഭയങ്കര കൂടുതലാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ RFACs ഇങ്ങനെ പോസിറ്റീവ് ഉള്ള ആൾക്കാർക്ക് എന്താ കാണിക്കുന്നത് വെച്ചാൽ ആ ഡിസീസ് കുറച്ചു കാലം അധികം നിൽക്കാനുള്ള പ്രവണത കൂടുതലാണ്. നെഗറ്റീവ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ക്യൂർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ എത്രയും വേഗം നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നു അത്രയും ഷോർട്ടർ ഡ്യൂറേഷൻ ആയിരിക്കും മരുന്നെടുക്കേണ്ടത്. പ്രശ്നം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പല ആൾക്കാരും നമ്മളടുത്ത് വരുമ്പോഴേക്കും 4-5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ചില ആൾക്കാർ ഈവൻ 10 years കഴിഞ്ഞിട്ടുണ്ടാവും. സോ അപ്പോഴേക്കും ഓൾറെഡി അതായത് ബോണിൽ ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ നേരെയുള്ള കൈ കുറച്ച് ഇങ്ങനെ വളഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. സോ ആ ഒരു സ്റ്റേജിലൊക്കെ ബോണി ചേഞ്ചസും അതായത് ബാക്കി അവയവങ്ങൾ ബാധിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി കാലം എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം തന്നെ. കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഏർലി ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് റെമിഷനിൽ കൊണ്ട് നിർത്താം. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഈ ഒരു അസുഖം വന്ന് തുടങ്ങുന്നുണ്ട് എന്നുള്ളത്. സോ അവരിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെയായിരിക്കും? അവർക്ക് ഒരു കാലുവേദന, മുട്ടുവേദന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വീണിട്ടൊക്കെ വരാവുന്ന ഒരു വേദന പോലെ ഉണ്ടാവുള്ളൂ. സോ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു അസുഖം ആദ്യം തന്നെ ഒരു 6 to 8 months നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റും? അവർക്കും വരുന്നത് ആദ്യം ഇതുപോലെ ഒരു പർട്ടിക്കുലർ സന്ധിയിൽ വേദന വരാം, നീര് വരും. ചില ആൾക്കാർക്ക് പറഞ്ഞു തരാൻ അതെ, അത് യൂഷ്വലി അമ്മമാരാണ് യൂഷ്വലി അങ്ങനെ ശ്രദ്ധിച്ചിട്ട് പറയാ ഇങ്ങനെ ഒരു നീര് വന്ന് കണ്ടു തുടങ്ങി, കുട്ടി നടക്കുന്നില്ല. ചില വാദത്തിൽ ഇപ്പൊ ലൈക് പാലിൻഡ്രോമിക് റൊമാറ്റിസം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ക്രിസ്റ്റൽ ആർത്രോപ്പതി, ഗൗട്ട്, അങ്ങനത്തെ ഇതിലൊക്കെ റെഡ്നെസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാ ഇതിലും റെഡ്നെസ് ഉണ്ടാവണമെന്നില്ല, പലതിലും ചിലപ്പോൾ ജസ്റ്റ് നീരും വേദനയും മാത്രമേ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു മാറുന്ന ഫുഡിന്റെ രീതിയും ജീവിതശൈലിയും ഒക്കെ ഈ ഒരു അസുഖത്തിന് കാരണമാവുന്നുണ്ടോ? മാറുന്ന രീതി അതാ പറഞ്ഞ ഈ ഒബീസിറ്റി ഒരു കാരണമാണ്. പൊതുവെ പുറത്തുനിന്ന് ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരുപാട് അജിനോമോട്ടോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫുഡാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഈ ഒരു അസുഖത്തിന് ഭാഗമാകുന്നുണ്ട്. യൂറിക് ആസിഡ് ഒക്കെ കൂടുന്നത്. അതെ, റെഡ് മീറ്റ് അധികം കഴിക്കുന്നവര്, അതുപോലെ ആൽക്കഹോൾ ഇതൊക്കെ കൂടുതൽ എടുക്കുന്നവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള പ്രവണത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇതുപോലത്തെ ഗൗട്ടി ആർത്രൈറ്റിസ് പോലത്തെ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു അസുഖം, ഈ ആർത്രൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നമ്മൾ യൂഷ്വലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇതേപോലെ റെഡ് മീറ്റ്, നമ്മൾ യൂറിക് ആസിഡ് പ്രവണത ഇപ്പോൾ ബ്ലഡിൽ ഇത് കണ്ടുവന്നുണ്ട് പക്ഷേ സിംറ്റംസ് ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് റെഡ് മീറ്റ് അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഇതുപോലെ ആൽക്കഹോൾ ഡ്രിങ്ക്സ്, പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഫാമിലിയിൽ വേറെ ആൾക്കാർക്കെങ്കിലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അങ്ങനെ ഉണ്ട്, സോ ഒരു ടെൻഡൻസി ഉണ്ട് നമുക്ക് ചിലപ്പോൾ വരാനുള്ളത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്മോക്കിംഗ് അങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. സോ അങ്ങനത്തെ നമുക്ക് കാര്യങ്ങൾ നോക്കിയാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മുട്ടിൻ്റെ, കൈമുട്ടിൻ്റെ ആണോ കാൽമുട്ടിൻ്റെ ആണോ അല്ലെങ്കിൽ ഫിംഗേഴ്സിൻ്റെ ആണോ ഏറ്റവും പെട്ടെന്ന് ക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആൾക്കാർക്ക് വരുന്നത് ഈ ശരീരത്തിലെ ഏത് ഭാഗത്തായിരിക്കും? അതും ഞാൻ പറഞ്ഞല്ലോ, ഓരോ അസുഖത്തിനും ഓരോ പോലെ. ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് യൂഷ്വലി ഹാൻഡ് ആർത്രൈറ്റിസ്, ഹാൻഡിൽ ചെറിയ ജോയിൻസും റിസ്റ്റ്, അതെ സ്മോൾ ജോയിൻസ്, റിസ്റ്റ്, പിന്നെ മുട്ടും വരും. എക്സസൈസ് ഒക്കെ ചെയ്താൽ ഓക്കെ ആവും. എക്സസൈസ് ചെയ്താൽ നമ്മൾ ആ സ്റ്റിഫ്നെസ് കുറച്ചും കൂടി ബെറ്റർ ആവും. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് അതെ, അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണ് കൂടുതൽ ഇങ്ങനത്തെ ഉണ്ട്. വേറെ നമ്മൾ ഈ ചിലതരം സ്പോണ്ടൈൽ ആർത്രോപ്പതി എന്ന് പറയും, അതും ഒരു തരം വാദമാണ്. സ്പോണ്ടൈൽ ആർത്രോപ്പതി എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് വരുന്ന ഒരു വാദമാണ്. യൂഷ്വലി അതിൽ മെയിൽ പ്രിഡോമിനൻസ് ആണ്. ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഫീമെയിൽ പ്രിഡോമിനൻസ് ആണെങ്കിൽ സ്പോണ്ടൈൽ ആർത്രോ യൂഷ്വലി ആണുങ്ങൾക്കാണ് കൂടുതൽ, ആണുങ്ങൾക്ക് ചെറുപ്പക്കാർക്ക്, ഫീമെയിൽസിനും കാണും പക്ഷേ കൂടുതൽ ആണുങ്ങൾക്ക്. പക്ഷേ ഇതിൽ പ്രിഡോമിനൻറ്റ് സിംറ്റം യൂഷ്വലി ബാക്ക് പെയിൻ ആണ് ഉണ്ടാവുക, നടുവേദന. അപ്പോൾ യൂഷ്വലി നടുവേദന എന്ന് പറയുമ്പോൾ എല്ലാവരും വെയിറ്റ് എടുത്തു അതുകൊണ്ടാണ് വേദന വന്നതെന്ന് ചിലവർ നെഗ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഈ പറയുന്ന നടുവേദനയിലും ഇതേപോലെ തന്നെ വളരെ രാവിലെ എണീക്കുമ്പോഴായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു മോർണിംഗ് സ്റ്റിഫ്നെസ് ഇതിലും അനുഭവപ്പെടും. സോ പേഷ്യൻറ്റ് ബെൻഡ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് ഒരു 1/2 hour തൊട്ട് 1 hour ചിലപ്പോൾ പേഷ്യൻസിനുണ്ടാവും. മേ ബി ഒരു വെയിൽ ഉദിക്കുന്ന സമയത്തായിരിക്കും ആ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ കുറയുന്നത്. അപ്പോൾ നടുവേദനയായിട്ട് വരും. പിന്നെ ചില ജോയിൻസ്, ലാർജ് ജോയിൻസിലുണ്ടാവും, അതായത് മുട്ടിലുണ്ടാവും, ചിലപ്പോൾ കാലിലെ ചില ജോയിൻസിൽ, അങ്ങനെ ചില കുറച്ച് ജോയിൻസിൽ മാത്രമായിട്ടായിരിക്കും ഈ ഒരു സ്പോണ്ടൈലോ ആർത്രോപ്പതിയിൽ യൂഷ്വലി ആദ്യം മാനിഫെസ്റ്റ് ചെയ്യുക. മാം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഡോക്ടർ ഷിനോയ്സ് കെയർ ഹോസ്പിറ്റലിലാണ്. സോ അവിടെ എന്തൊക്കെയാണ് ഈ ഒരു അസുഖത്തിന് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത്? ഡോക്ടർ ഷിനോയ്സ് കെയർ ഒറിജിനലി അത് എറണാകുളത്തുള്ള ഒരു സെൻ്ററാണ്. ഞാനും അവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. സോ അവിടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്.
ഡോക്ടർ പത്മനാഭ ഷെനോയാണ് അവിടുത്തെ MD. സോ അത് കൂടാണ്ട് വേറെയും കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. സോ നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് ആയിരുന്നു. ഞാനിപ്പോൾ ഇവിടെ കണ്ണൂരേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ കണ്ണൂരിലെ സെൻറ്റർ എന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാനായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇവിടെ ഒരു ഫാർമസി ഉണ്ട്, വി ഹാവ് എ ഫിസിയോതെറപ്പി ആൻഡ് വി ഹാവ് കൗൺസിലിംഗ്. സോ പേഷ്യൻസിനെ കാണുന്നു, പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞിട്ട് ഇന്നതാണ് രോഗം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഫിസിയോതെറപ്പി ആവശ്യമുള്ള പേഷ്യൻസ് ആണ് ഫിസിയോതെറപ്പി കെയർ കൊടുക്കും. പിന്നെ ഫാർമസി മരുന്ന് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഫാർമസി ഇപ്പോൾ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കൗൺസിലിംഗ് കൊടുക്കുന്നതാണ്. അപ്പോൾ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് മാമിനെ കൺസൾട്ട് ചെയ്യാൻ വരുന്നവർക്ക്? യൂഷ്വലി 9 to 4 ആണ്, 9 to 4. പിന്നെ വി ഓൾസോ ഹാവ് എ ലാബും ഉണ്ട്. സോ നമുക്ക് ഇങ്ങനത്തെ ഈ വാദസംബന്ധമായ അസുഖം ഉണ്ടാകുമ്പോൾ അതിൽ ചില ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റുകൾ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവൈലബിലിറ്റിയും ലാബിലുണ്ട്. അപ്പോൾ നമ്മൾ ടോക്കനൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണോ വരേണ്ടത്, അല്ലെങ്കിൽ അപ്പോൾ വന്നാൽ തന്നെ നമുക്ക് ടോക്കൺ കിട്ടുമോ? യൂഷ്വലി അപ്പോൾ വന്നാലും കാണാൻ പറ്റും, പക്ഷേ ഒരു റഷ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂഷ്വലി പ്രിഫർ എ ബുക്കിംഗ് സിസ്റ്റം സോ ദാറ്റ് പേഷ്യന്റിനും അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട. അതും മുട്ടുവേദനയൊക്കെ ആയിട്ട് വരുന്നവർ അധികം വെയിറ്റ് ചെയ്തിട്ട് യൂഷ്വലി ഈ ഒരു അസുഖം വരുമ്പോൾ കുറച്ചധികം നേരം സമയം എടുത്ത് പേഷ്യന്റ് ടൈം എടുത്തിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റെ അടുത്ത് തന്നെ ചിലപ്പോൾ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ പേരെ ഒറ്റ ടൈം നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. സോ ബുക്കിംഗ് സിസ്റ്റമാണ് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി നമ്മൾ യൂഷ്വൽ കേസസ് നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്യുന്നതാണ്. ഇഫ് ദർ ഇസ് എ ഡൗട്ട് ഓർ വി വോണ്ട് എ സെക്കൻഡ് ഒപ്പീനിയൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഓൾവേസ് ഈ ടീം ഓഫ് ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി ട്രീറ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ഡോക്ടർ എറണാകുളത്താണെന്ന് പറഞ്ഞു. സോ ഇവിടെ നിന്നുള്ള പേഷ്യൻസിനെ എന്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പേഷ്യൻസ് നമ്മൾ എറണാകുളത്തേക്ക് പ്രിഫർ ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഈ നവംബർ 2019 തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഇതുവരെയുള്ള പേഷ്യൻസ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. വി ഓൾസോ ഗീവ് ഓപ്ഷൻസ് ലൈക്ക് ചില പേഷ്യൻസ് ഞാൻ പറഞ്ഞല്ലോ ഈ ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റുമറ്റോയിഡ് ഡ്രഗ്സ്, അപ്പോൾ അങ്ങനത്തെ അതിൽ നിൽക്കാത്തവർക്ക് ചിലപ്പോൾ ബയോളജിക്സ് പോലത്തെ ഇഞ്ചക്ഷനൊക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെ വേണമെങ്കിൽ അവിടേക്കും പോകാമെന്നുള്ള ഇതിൽ. പിന്നെ അവിടെ ഫോളോ അപ്പ് ഉള്ള പേഷ്യൻസും ഉണ്ട്. ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന്, അതായത് കണ്ണൂർ, കാസർഗോഡ് ഈ സൈഡിൽ നിന്ന് പോകുന്ന പേഷ്യൻസ് അങ്ങോട്ട് പോകുന്നവരുണ്ട്. ഹു ഹാവ് ഡിഫിക്കൽട്ടി ഇൻ ട്രാവലിംഗ്, അത് ട്രാവൽ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് ഇങ്ങോട്ടേക്ക് വരുന്നവരും ഉണ്ട്. അങ്ങനെ ഹെൽത്ത് കോർണറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിയുടെ റാപ്പപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആർത്രൈറ്റിസ് എന്ന രോഗത്തിനെ കുറിച്ചിട്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ഷിനോയ്സ് കെയിലെ ഡോക്ടർ പത്മജി ആയിരുന്നു. താങ്ക് യു മാം. അപ്പോൾ എന്തായാലും ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു അടുത്ത റുമറ്റോയിഡിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാനുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു മാം.